കഥ ഒരു തേപ്പ് ഇമ്പോർട്ടന്റ് ആക്കിയിട്ടുള്ള ഒരു കഥയാണ്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു തേപ്പാണ്. ഒരു പുട്ടുകുറ്റി. നമ്മുടെ പുട്ടുണ്ടാക്കണ കുറ്റിയില്ലേ, പുട്ടുകുറ്റി. പുട്ടുകുറ്റിയുടെയും പുട്ടുപൊടിയുടെയും പ്രണയമാണ് ഈ കഥയിലുള്ളത്. ഈ വീട്ടിൽ സ്ഥിരമായിട്ട് ആ വീട്ടമ്മ ഇഡ്ഡലി, ദോശ ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അത് ആ വീട്ടിൽ വേറൊരു സാധനം ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് ഈ പുട്ടുകുറ്റി ചെറുക്കനെ കൊണ്ട് അവിടെ വലിയൊരു ഉപയോഗം ഇല്ലാണ്ട് ആ മൂലക്ക് ഇരിക്കണേണ് പൊടി പിടിച്ചിട്ട്. അങ്ങനെയുള്ള ഒരു ദിവസം ആ വീട്ടിലോട്ട് ഒരു പുട്ടുപൊടി വാങ്ങിക്കണേണ്. അതായത് ദോശയിൽ നിന്നും ഇഡ്ഡലിയിൽ നിന്നും ആ വീട്ടിൽ നിന്നൊരു മോചനം പുട്ടിലേക്ക്. പുട്ടുണ്ടാക്കാനായിട്ട് ആ പൊടി പാക്കറ്റ് അങ്ങ് കീറണേണ്. പാത്രത്തിലോട്ട് പൊടിയിട്ട് വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചപ്പോഴത്തേക്കും ഈ പൊടിയിൽ വെള്ളം ചെന്ന് വീണപ്പോഴത്തേക്കും പൊടിക്ക് ജീവൻ വന്നിട്ട് പൊടിപ്പെണ്ണ് അങ്ങ് ഉണർന്ന്. അത് കണ്ടിട്ട് നമ്മുടെ പുട്ടുകുറ്റി ചേർക്കാൻ അവിടെ സന്തോഷിച്ചു. അയ്യോ സുന്ദരി പൊടി, കുറച്ചു നേരം കൂടി കഴിഞ്ഞ് അവൾ എന്റെ സ്വന്തം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷിച്ചിരിക്കണേണ്. പുട്ടുകുറ്റി ചേർക്കണെ കണ്ടപ്പോ നമ്മുടെ പൊടിപ്പെണ്ണിനും ഒരു ക്രഷ് അടിച്ച്. അപ്പൊ എങ്ങനെയാലും ആ ഒരു ഇവർ രണ്ടുപേരും കൂടി ചേർന്ന ഒരു നിമിഷത്തിന് വേണ്ടി അവർ കാത്തിരിക്കണേണ്. അടപ്പത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ച് കുറ്റിച്ചേർക്കാൻ നമ്മുടെ പൊടിപ്പെണ്ണിനെ നോക്കിയിട്ട് ഇത് പാടണ നല്ലൊരു റൊമാൻറ്റിക് പാട്ടുണ്ട്, അത് ഞാൻ നിനക്ക് പാടിത്തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് പോവാം. പുട്ട് പൊടിയേ പൊടിയേ വാടി, എന്റെ പുട്ട് കുറ്റിക്കുള്ളിൽ വാടി, തേങ്ങ പീരയും ഒത്ത് എന്റെ ഉള്ളിൽ കേറി വാടി, കേറി വാടി. എന്റെ പൊടിയിലെ തേങ്ങ പീരയും കൊത്തും എനിക്കല്ലേ, എനിക്കല്ലേ. പുട്ട് പൊടിയേ പൊടിയേ വാടി, എന്റെ പുട്ട് കുറ്റിക്കുള്ളിൽ വാടി, തേങ്ങ പീരയും ഒത്ത് എന്റെ ഉള്ളിൽ കേറി വാടി, കേറി വാടി. നിന്റെ പൊടിയിലെ തേങ്ങ പീരയും കൊത്തും എനിക്കല്ലേ, എനിക്കല്ലേ. ആവി വരും നേരം നിന്നെ എന്റെ ഉള്ളിൽ തട്ടുന്ന നേരം നീയും ഞാനും ഒന്നാവും പെണ്ണേ. പുട്ട് പൊടിയേ പൊടിയേ കുറ്റിക്കുള്ളിൽ പുട്ടാവും പെണ്ണേ, പുട്ടാവും. ആവി വരും നേരം പുട്ടാവും, പുട്ടാവും. പാട്ടൊക്കെ കഴിഞ്ഞ് വെള്ളം തിളച്ച് ആവി വന്നപ്പോ പൊടിയൊക്കെ ഇട്ട് നമ്മുടെ കുറ്റിച്ചെറുക്കനെ ഫുള്ളാക്കിയിട്ട് ആവിയിലോട്ട് അങ്ങനെ വെക്കണേ. അപ്പൊ ഇവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇവരുടെ പ്രണയം സഫലമായി, ഇവര് ഒന്നിച്ചെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷിച്ച് ഫസ്റ്റ് നൈറ്റ് ഒക്കെ കഴിഞ്ഞു. കുറച്ചു നേരത്തിന് ശേഷം പൊടിപ്പെണ്ണിനെ ആരും പുറകിന്ന് തള്ളണേ. ഈ പുട്ടുകുറ്റിയുടെ ഉള്ളിൽ നിന്ന് ഈ പൊടിപ്പെണ്ണങ്ങ് പോണേണ്. കുത്തി അങ്ങോട്ട് പുറത്തോട്ട്. എന്തേ അവൻ വേറെ പൊടിപ്പെണ്ണിനെയും കൊണ്ട് ആവി കൊള്ളാൻ പോകുന്നു. അവിടെ ഒരു തേപ്പ്, അവിടെ ഒരു ചെറ്റത്തെരുവല്ലേ കാണിച്ചത്. കാര്യം കഴിഞ്ഞപ്പോഴത്തേക്ക് അവളെ പുറത്ത് ഉന്തി അങ്ങ് വിട്ട്. എന്നിട്ട് വേറെ പൊടിയിനെയും കൊണ്ടിട്ട് അവൻ അങ്ങ് പോയി. അവളുടെ പ്രണയം അവിടെ തകർന്നു പോയി, തേപ്പായി പോയി. അവന്റെ പുട്ട് വന്നു. ആ വീട്ടുകാര് പപ്പടവും പഴവും കൂട്ടി എന്റെ പൊടിപ്പെണ്ണിനെ കഴിച്ച്. എന്റെ പുട്ട് കഥ കഴിഞ്ഞ്. സഫലമാവാത്ത നിന്റെ പ്രണയത്തിന് വേണ്ടി നീ വീണ്ടും പുട്ടായി പോലെ ജനിക്കും പൊടിപ്പെണ്ണേ. ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്?